ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ 6-ാം അധ്യായമായ കർമ്മദർശനത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശ്ലോകം: ഊർധ്വം പ്രാണോഹ്യധോവാന ഖൽവേഗോ യാതി നിഷ്ക്രിയ നാഡ്യന്തരാളേ ധമതി ക്രന്ദതി സ്പന്ദതി സ്ഥിത. ഒന്നുകൂടി: ഊർധ്വം പ്രാണോഹ്യധോവാന ഖൽവേഗോ യാതി നിഷ്ക്രിയ നാഡ്യന്തരാളേ ധമതി ക്രന്ദതി സ്പന്ദതി സ്ഥിത. അന്വയം: പ്രാണ ഊർധ്വം യാതി, അപാന അധഃ യാതി, അന്തരാളേ നാഡി ധമതി ക്രന്ദതി സ്പന്ദതി ച ഖലു ഏക ആത്മാ നിഷ്ക്രിയസ്ഥിത. അർത്ഥം: പ്രാണൻ മേൽപോട്ട് സഞ്ചരിക്കുന്നു, അപാനൻ കീഴ്പോട്ടും സഞ്ചരിക്കുന്നു. ദേഹത്തിനുള്ളിൽ നാഡികൾ മിടിക്കുന്നു, ശബ്ദങ്ങളുണ്ടാകുന്നു, സർവകോശങ്ങളും സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആത്മാവായ ഒന്ന് നിഷ്ക്രിയനായി തന്നെ ഇരിക്കുന്നു. മുൻ ശ്ലോകത്തിൽ പുറമേ നടക്കുന്ന കർമ്മങ്ങളെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അകമേ നടക്കുന്ന കർമ്മങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഊർധ്വം പ്രാണോ ഹ്യധോപാന, മേലോട്ട് പ്രാണനും കീഴ്പോട്ട് അപാനനും സഞ്ചരിക്കുന്നു. പ്രാണനും അപാനനും പഞ്ചപ്രാണങ്ങളിൽ മുഖ്യമായ 2 പ്രാണങ്ങളാണ്. ശ്വസന പ്രക്രിയയിലൂടെ ജീവൻ നിലനിർത്തുന്ന ശക്തിയാണ് പ്രാണൻ. ദേഹത്തുള്ള മാലിന്യങ്ങളെ വിസർജിപ്പിക്കുന്ന ജോലിയാണ് അപാനൻ നടത്തുന്നത്. അതുകൊണ്ടാണ് പ്രാണൻ മുകളിലേക്കും അപാനൻ താഴേക്കും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞത്. നാഡ്യന്തരാളേ ധമതി എന്ന് പറഞ്ഞത് ഹൃദയമിടിപ്പും രക്തചംക്രമണവും എന്ന കർമ്മത്തെ പറ്റിയാണ്. ഈ പ്രവൃത്തി മാതൃഗർഭത്തിൽ വെച്ച് ആരംഭിച്ചിട്ടുള്ളതുമാണ്. ക്രന്ദതി സ്പന്ദതി എന്ന് പറഞ്ഞത് ശബ്ദവും ചലനവും ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. ഒരു വ്യക്തി നിശ്ചേഷ്ടനായി ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഈ പ്രവൃത്തികൾ ആന്തരികമായി നടക്കുന്നുണ്ട്. ശരീരത്തിലുള്ള സജീവമായ ഓരോ കോശവും സ്പന്ദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ജീവനുള്ള ദേഹത്തിൽ ചൂട് നിലനിൽക്കുന്നത് ഇവിടെയെല്ലാം പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന ഊർജത്തിൽ നിന്നാണ്. ശരീരത്തിൽ ആത്മചൈതന്യം നിലനിൽക്കുമ്പോൾ ദേഹത്തിൽ ആന്തരികമായി നടക്കുന്ന കർമ്മങ്ങളെ പറ്റിയാണ് ഇവിടെ പറയപ്പെട്ടത്. ഉറങ്ങുമ്പോഴും ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഉറങ്ങുന്നതാരാണ്? അപ്പോഴും ദേഹത്തിനുള്ളിൽ ഈ പറയപ്പെട്ട കർമ്മങ്ങളെല്ലാം നടത്തിക്കുന്നത് ആരാണ്? ഉറങ്ങുന്നത് ഞാനാണ്. ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാണാദികളും ആണ്. ഞാൻ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന സമയത്തും ശരീരത്തിനുള്ളിൽ നടക്കുന്ന കർമ്മങ്ങളെ ഞാൻ അറിയുന്നില്ല. അഥവാ അറിഞ്ഞാലും അവയുടെ മേൽ എനിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. ഉറങ്ങുന്ന സമയത്തും ഞാൻ ഈ ശരീരത്തെ കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചുണർത്തിയാൽ ഞാൻ അപ്പോൾ ഉണരുകയും ചെയ്യും. കാരണം ഞാൻ പ്രകൃതിയുടെ ബന്ധനത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരു ജീവാത്മാവാണ്. അഹങ്കാരം മുതൽ പാഞ്ചഭൗതികമായ ഈ ദേഹം വരെയുള്ള സർവ്വതും പ്രകൃതിയുടേതാണല്ലോ. ദേഹത്രയങ്ങളും പഞ്ചകോശങ്ങളും എല്ലാം പ്രകൃതിയുടെ നിർമ്മിതികളുമാണ്. നിദ്രയിൽ ഞാൻ കാരണദേഹമായ അഹങ്കാരത്തിലായിരുന്നു. ഉണർന്നപ്പോൾ സ്ഥൂലദേഹത്തിലേക്ക് വന്നു.
അതായത് ഈ ദേഹത്തിൽ സദാ എൻ്റെ അഥവാ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യത്തെയാണ് ശരീരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ഈ സാന്നിധ്യത്തിലാണ് വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ദേഹത്തിനുള്ളിലുള്ള സർവ്വ അവയവങ്ങളും അവയുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നത്. ശ്വാസകോശം ശ്വസന പ്രക്രിയ നടത്തുന്നതും ഹൃദയം രക്തചംക്രമണം നടത്തുന്നതും അന്നപഥം ദഹനപ്രക്രിയ നടത്തുന്നതും തലച്ചോറ് നാഡീനരമ്പുകളും അവയുടേതായ കർമ്മങ്ങൾ നടത്തുന്നതും ഖൽവേവോ നിഷ്ക്രിയസ്ഥിത എന്ന് പറഞ്ഞ ഏകനും നിഷ്ക്രിയനും ആയ ആത്മാവിൻ്റെ സ്ഥിതി ഈ ദേഹത്തിൽ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് അറിയുക. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.